സിംഗർ ശ്രീനിവാസ്, അദ്ദേഹം എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ കാണുന്നത് എപ്പോഴും ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ്. അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയർ ആയിട്ട് റഹ്മാൻ സാറിൻ്റെ അടുത്ത് എന്നിട്ട് പാട്ട് പാടി തുടങ്ങി. അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം ഗംഭീരം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, എന്നെ ഡയറക്ഷനിൽ ഞാൻ എപ്പോഴും ഗുരുവായിട്ട് കാണുന്നത് രാജീവ് കുമാർ സാറാണ്. അപ്പോൾ രാജീവ് കുമാർ സാറും ശരത് സാറും ശ്രീനിവാസ് സാറും ഇവർ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് TK സാർ പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ സിനിമ എടുക്കുമ്പോൾ നീ കമ്പോസ് ചെയ്യണം, നീ പാട്ട് പാടണം എന്ന് അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ് TK സാറ് SBTയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പോയി റെസിഗ്നേഷൻ കൊടുത്തിട്ട് അടുത്ത ദിവസം സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറിയ ഒരാളാണ്. അങ്ങനെ വന്ന സിനിമ അതാണ് നമ്മൾ കണ്ട ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ സിനിമ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് പണ്ട് കോളേജിൽ പറഞ്ഞ ആ ഒരു കാര്യം ബാക്കിയുണ്ട്. അങ്ങനെയാണ് ഇവർ എന്ന് പറഞ്ഞ സിനിമയിൽ ശരത് സാർ മ്യൂസിക്കും ശ്രീനിവാസ് സാർ പാട്ടും പാടുന്നത്. അപ്പൊ ആ കോളേജിൽ പറഞ്ഞ കാര്യം സത്യമായി. അങ്ങനെ ഈ കഥകളൊക്കെ സാറിന്റെ TK സാറിന്റെ അല്ലെങ്കിൽ ശ്രീനിവാസ് സാറിന്റെ നിന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ശരത് സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അങ്ങനെയൊക്കെ കേട്ട് വരുമ്പോൾ ലൈഫിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കും. ആ ഒരു വിശ്വാസം നമുക്ക് ഇവരിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ ശ്രീനിവാസ് സാർ കമ്പോസ് ചെയ്ത ഒരു മൂവി. അപ്പൊ ആ സിനിമയില് എൻ്റെ അമ്മായിയുടെ അമ്മയും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ പുറത്തിറങ്ങാൻ കുറേ ടൈമൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ കോമ്പസിഷൻ കഴിഞ്ഞപ്പോൾ ശ്രീനിവാസ് സാർ എൻ്റെ ഒരു DVD തന്നിട്ട് പറഞ്ഞു, ഈ പാട്ടുകൾ കേട്ടു നോക്കണം. അപ്പോൾ അതിലെ വരികൾ BR പ്രസാദാണ്. അപ്പോൾ BR ഏട്ടൻ ഞാൻ ഏഷ്യാനെറ്റിൽ പണ്ട് ഷോ ചെയ്യുന്ന ആ കാലത്ത് തന്നെ എനിക്ക് അത്ര ക്ലോസ് ആയിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഗംഭീരമാണ്, അതിന് പിന്നെ ചോയ്സ് ഒന്നുമില്ല, അത്ര ഗംഭീരമാണ്. ശ്രീനിവാസ് സാർ കമ്പോസ് ചെയ്ത് സാർ തന്നെ പാടിയ ട്രാക്സ് അതായിരുന്നു ആ DVD-യിൽ. അതിൽ 2 പാട്ടുകൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് അതിലെ ഒരു പാട്ടാണ്. അപ്പൊ അത് കുഞ്ഞുമോക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ പാട്ട്. നമുക്ക് പാടാം. തീർച്ചയായിട്ടും. ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ, ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അലിയവേ, നീ അറിയാൻ വൈകിയോ രാമഴ പോലാശകൾ, ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ, നെയ്മണക്കും വാക്കിനുള്ളിൽ കർപ്പൂരം പോൽ നീ അലിയവേ, മഞ്ഞൾ മുത്തായി മാറിയില്ലല്ലോ മണ്ണിനുള്ളിൽ മോഹൻ ഞാൻ, ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ, ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അലിയവേ.